ഹായ് ക്രോഷേ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരൊക്കെ കണ്ടു? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സീരീസ് തുടങ്ങാൻ പോവാണ് ക്രോഷേനെ പറ്റിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രോഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ മുതൽ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ബേസിക് കാര്യങ്ങളൊക്കെ ആ വീഡിയോ പോയി നോക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ സംശയമുള്ളതൊക്കെ എന്നോട് കമൻസിൽ ചോദിക്കുക, അപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സീരീസിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചിനാണ്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഞാൻ വീണ്ടും പറയുന്നു, ക്രോഷേ ചെയ്യാൻ ഒരു യാൺ വേണം, ഒരു ഹുക്ക്, പിന്നെ ഒരു സിസർ. ഇത് മൂന്നുമാണ് ബേസിക്കായിട്ട് ക്രോഷേ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഏതൊരു ക്രോഷ്യ വർക്കിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലിപ്പ് വർക്കാണ്, സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ത്രെഡ് ഇങ്ങനെ എടുക്കുക, ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഈ ത്രെഡ് ഇത് കൂടെ പുൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു നോട്ടായി. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ്. ഏതൊരു ക്രോഷ്യൻ്റെ വർക്കിൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ്. ഓക്കെ, ഇനി ഇത് വലിച്ച് അഴിഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, ഈ ഹുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് പുൾ ചെയ്യുക. ഉണ്ടല്ലേ, ഇതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയിൻ ഇട്ടിട്ട് തുടങ്ങാം. ഈ ഹുക്ക് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതിനിങ്ങനെ ഗ്രാബ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുൾ ചെയ്യാം. ഓക്കെ, വീണ്ടും അതുപോലെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ അതുപോലെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 30 to 50 ടൈംസ് ചെയിൻ സ്റ്റിച്ചിട്ട് പഠിക്കാം. അപ്പോൾ കൈ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവും. അത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ 3 mm ഹുക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വലുപ്പമായിരിക്കും ഇതാ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിക്കാം. ഒരു 30 to 50 ടൈംസ് 60 ടൈംസ് ഒക്കെ ഇട്ടിട്ട് കൈയും അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവുന്ന വരെ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.